ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഇതുവരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തു, ഇനിയും സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ 2 മക്കൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 പേരും കാലൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ പറയാലോ, ഒരുപാട് സങ്കടങ്ങളുണ്ട് എനിക്ക്. എങ്കിൽ പോലും ഞാനിപ്പോൾ 2 ദിവസം 3 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ഭക്ഷണം വാങ്ങാൻ ക്യാൻറ്റീനിൻ്റെ അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഒന്ന് ഇവിടെയൊക്കെ പരിസരമൊക്കെ കണ്ടപ്പോഴേ ഒന്ന് വീഡിയോ പിടിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം ഇതിൽ നിന്ന് കിട്ടിയാൽ എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകണം ജീവിതം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക, അതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇരട്ടക്കുളത്തെ ആശുപത്രിയാണ്. എന്താ ആശുപത്രിൻ്റെ അസീസിയ ഇരട്ടക്കുളത്തെ ഒരു വലിയ ഹോസ്പിറ്റലാണ്. ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു വലിയ പൈസയൊക്കെ കൊടുത്ത് നോക്കുന്നത് കൊണ്ട് ആൾക്കാർ കുറവായിരിക്കുന്നു. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ ജനങ്ങൾ വരുന്നുണ്ട്. അസീസിയ മമ്മൂട്ടിൻ്റെ ആണോ മമ്മൂട്ടിൻ്റെ മകൻ്റെ ആണോ ആരിൻ്റെ ആണ് ഈ ഹോസ്പിറ്റൽ. അപ്പം ഞാനതിങ്ങനെ കാണിച്ചു തരാം. ബാക്കിലാണ്, ഇവിടെ അങ്ങനെ ആരുമില്ല. അപ്പം ഞാൻ ഒന്ന് വീഡിയോ ബാക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് വേണ്ട, ഇതൊക്കെ കാറ് നിർത്തുന്ന സ്ഥലങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ നല്ല സ്ഥലമാണ് ഇതൊക്കെ കാണാനേ, നല്ല രസമുണ്ട്. അതൊക്കെ കാറ് നിർത്തി, ഇത് ക്യാൻറ്റീനിൻ്റെ ബിൽഡിങ്ങുകളും ഒക്കെയാണ്, കാണാനൊരു സുഖമുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ഇനിയും ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റുകൾ എഴുതി അറിയിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ ഇതൊന്ന് റീച്ചായി വരുള്ളൂ. നിങ്ങളുടെയൊക്കെ സഹകരണമാണ് എനിക്ക് ഇനിയും വേണ്ടത്. സങ്കടങ്ങൾ ഒരു ഭാഗത്തുണ്ടെങ്കിലും ജീവിക്കാൻ പറ്റാത്ത ഒരു ചുറ്റുപാടാണ്. ഇത് കണ്ട, അവിടെ ഉണ്ട് കുറേ ചെടികളും ഉണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് ക്യാൻറ്റീനൊക്കെ ഉള്ള ഭാഗത്തിൻ്റെ ബാക്ക് ഭാഗമാണ് ഹോസ്പിറ്റലിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഭയങ്കര കാട്, റബ്ബർ കാടുകൾ പോലെയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മൾക്ക് ഇരിക്കാൻ വീടുമില്ല, സ്ഥലവുമില്ല, ഒന്നുമില്ല. ഈ മക്കളെയും കൊണ്ട് ചെറിയൊരു വാടക വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ ആരിനോടാ സഹായം ചോദിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിലും ആരിൻ്റെ അടുത്തെങ്കിലുമൊക്കെ ഒരുപാട് പേരിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും സഹായിച്ചാലും ഒരു നല്ല കാര്യമാണ്. കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്, പിന്നെയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് വിട്ടിരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ആ പ്രപഞ്ചം എനിക്ക് തരുമെന്ന് 100% ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു ഗുഡ് നൈറ്റ്. ഓക്കെ, എല്ലാവരും നന്നായിരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു.